ഇവിടെ ഈ സമസ്ത പോലുള്ള സംഘടനകൾ യാഥാസ്ഥിതികത്വത്തിലൂന്നി പ്രവർത്തിക്കുന്ന സംഘടനകൾ ആണ്. എങ്കിലും പുരോഗമനപരമായി ചിന്തിക്കുന്ന മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാൻ ചെറിയ അളവിലെങ്കിലും അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമസ്ത പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ ചെറിയ വിഭാഗം മുസ്ലിങ്ങളെ എങ്കിലും ഇപ്പോഴും സ്വാധീനിക്കില്ലേ, അവരെ ആകർഷിക്കില്ലേ? അത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? അതിനെ ലാഘവത്തോടെ എടുക്കാൻ സാധിക്കുമോ? അല്ല, തീർച്ചയായിട്ടും സമസ്തയുടെ നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും വ്യക്തമായിട്ടറിയാം. ഒരു 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥിനി സ്റ്റേജിൽ കയറിയപ്പോൾ എതിർത്തത് നേരിട്ട് കണ്ട രാജ്യമാണ് നമ്മുടെ. ആ രാജ്യത്താണ് കേണൽ ഖുരേഷിയെപ്പോലെ ഒരു ധീര വനിത പട്ടാളത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക്. കാരണം അവരുടെ സങ്കുചിതവും വളരെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സമീപനത്തിനും ഏറ്റ പരാജയം ഇന്നവർ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പ്രചരിപ്പിച്ചിരുന്നോ അതൊന്നും യേശുന്നില്ല എന്നൊരു അപകർഷബോധം അവരുടെ മനസ്സിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിം സ്ത്രീകൾ പരസ്യമായി പൊതുരംഗത്തും എല്ലാ രംഗത്തും ഇന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡോക്ടർമാരുണ്ട്, നല്ല അഭിഭാഷകരുണ്ട്, നല്ല ന്യായാധിപരുണ്ട്, നല്ല എൻജിനീയർമാരുണ്ട്. എല്ലാ രംഗത്തും മുസ്ലിം സ്ത്രീകൾ ഇന്ന് കാര്യമായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് കേണൽ സോഫിയ ഖുരേഷി രാജ്യത്തിൻ്റെ ഒരു അഭിമാനമായി മാറി. സഹിക്കാൻ പറ്റുന്നില്ല പിന്നോക്കാവസ്ഥയെ ചിന്തിക്കുന്ന ആളുകൾക്ക്. പെൺകുട്ടികൾ പരസ്യമായി പാരിതോഷികം വാങ്ങാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇതൊന്നും ദഹിക്കാത്തില്ല. ആർക്കാണ് അത്ഭുതം? അപ്പം കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്, നമ്മുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് പോവുകയാണ് എന്നൊരു തോന്നൽ അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അത് മറികടക്കാനാണ് ഈ തെറ്റിദ്ധാരണകരമായ ലേഖനങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, മതഭീകരതയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. 1. 2, അടിസ്ഥാനപരമായി പാകിസ്ഥാൻ്റെ കൂടെ നിന്ന തുർക്കി എന്ന രാജ്യത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടില്ല. തുർക്കി പാകിസ്ഥാന് സമ്മാനിച്ച കാമിക്കോസ് എന്ന യുദ്ധോപകരണങ്ങളുടെ പരിപൂർണ പരാജയത്തെക്കുറിച്ച് ലേഖനത്തിൽ ഒരു വാക്കില്ല. ഇസ്രയേലിൽ പാവപ്പെട്ട ഗാസയിലെ ജനങ്ങളുടെ മേൽ ബോംബ് വർഷിക്കുന്ന പരാമർശിച്ച ആളുകൾ ഹമാസിന് സ്വീകരണം കൊടുത്തതിനെക്കുറിച്ച് പരാമർശങ്ങളില്ല. ചുരുക്കത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനുള്ള ഒരു നിഷ്ഫലമായ പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ലേഖനം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ടത്തെ പോലെ കിട്ടുന്നില്ല. കാരണം അവർ മാറിപ്പോയി, അവർ വളർന്നുപോയി, അവർ വികസിച്ചു പോയി, അവർ വിജ്ഞാനം തേടിപ്പോകുന്നു. ആ പഴയ സങ്കുചിത ചുറ്റുവട്ടത്തിൻ്റെ ചരടുകൾ പൊട്ടിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ മുന്നേറുന്നു. ഇത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പണ്ടത്തെ പോലെ അടിമകളെപ്പോലെ ജീവിച്ചാലേ ഈ മത നേതാക്കന്മാരുടെ തിട്ടൂരങ്ങൾ അവരനുസരിക്കുകയുള്ളൂ. ഇന്ന് അവർ കൈവിട്ടു പോണു. അപ്പോൾ അവരെ തിരിച്ചു പിടിപ്പിക്കണം. ലക്ഷ്യം പൊതുശത്രുവായ ഭരണാധികാരിയെ ആക്രമിക്കാം. ഇവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നതിന് ലേഖനമായിട്ട് എന്ത് പ്രസക്തിയുള്ളത്? ലേഖനത്തിലെ പരാമർശം വീണ്ടും യുദ്ധം വരുമോ എന്നാണ്. വീണ്ടും യുദ്ധം വരുന്നതിന് നരേന്ദ്രമോദിയുടെ ബീഹാർ തിരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധമുണ്ട്? അപ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പേരിൽ CIA, വഖഫ് തുടങ്ങിയ പരാജയപ്പെട്ട പരിശ്രമങ്ങളുടെ തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ
പുതിയൊരു വടി കിട്ടുമോ എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പരാജയപ്പെടാനാണ് പോണ്. കാരണം ഇന്ന് മുസ്ലിം ജനസാമാന്യം കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയണു, ഞാനത് അടിവരായിട്ട് പറയണു. പണ്ടത്തെ പോലെ മുസ്ലിം ജനസാമാന്യത്തെ പറ്റിക്കാമെന്ന് മതസംഘടനകൾ തെറ്റിദ്ധരിക്കേണ്ട. അവർ ഉറക്കത്തുനിന്ന് ഉണർന്നു കഴിഞ്ഞു. സ്വന്തം സമുദായത്തിൻ്റെ ആവശ്യങ്ങളും സ്വന്തം നിലനിൽപ്പിൻ്റെ കാതലായ വശങ്ങളും അവർ പഠിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയുടെ തിരിച്ചറിവ് അവർക്കുണ്ടായി കഴിഞ്ഞു. പണ്ടത്തെ പോലെ ആട്ടിൻപറ്റങ്ങളെ പോലെ മതമേലധ്യക്ഷന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സമൂഹമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ആ തെളിവിൻ്റെ കുറ്റബോധമാണ് ഇതുപോലത്തെ ലേഖനങ്ങൾ പ്രതിഫലിക്കുന്നത്. വീണ്ടും അവരെ ആ വഴിക്ക് തന്നെ കൊണ്ടുപോകണം. നിങ്ങളുടെ പൊതുശത്രു ഇതാ നരേന്ദ്രമോദി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പാകിസ്ഥാനെ പോലെയുള്ളൊരു മുസ്ലിം രാജ്യത്തിനെതിരായി വീണ്ടും യുദ്ധം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ യുദ്ധം വളരെയധികം ആഗ്രഹിക്കുന്ന പോലെയാണ് ലേഖനം. യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ രാജ്യം വികസനത്തിൻ്റെ കുതിപ്പിലാണ്. 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു നിന്ന് ലോകരാജ്യങ്ങൾ ഇവർ അംഗീകരിക്കുന്ന അവസരത്തിലാണ്. ഈ അവസരത്തിൽ കോടിക്കണക്കിന് യുദ്ധത്തിന് പോയാൽ മുരടിക്കുന്നത് നമ്മുടെ വികസനമാണ്. അപ്പോൾ ഇവിടെ വികസനം വേണ്ട എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് വീണ്ടും ഒരു പാക് യുദ്ധം എന്ന് മുറവിള് കൂട്ടി അതിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ലേഖനങ്ങൾ എഴുതുന്നു. ഈ ചതിയിൽ നമ്മുടെ സാമാന്യ ജനങ്ങൾ വീഴാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ മുസ്ലിം സഹോദരന്മാരും മുസ്ലിം സഹോദരിമാരും ഇത്തരം ലേഖനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ പിന്നിലുള്ള അജണ്ട തിരിച്ചറിയണം. അത് സമുദായത്തിൻ്റെ നന്മയല്ല, സമുദായത്തിൻ്റെ പുരോഗതിയല്ല, സമുദായത്തിൻ്റെ ക്ഷേമമല്ല, മറിച്ച് സമുദായത്തിനെ എക്കാലവും നിയന്ത്രിക്കാം എന്ന് ചിന്തിക്കുന്ന പിന്തിരിപ്പന്മാരായ മത നേതാക്കന്മാരുടെ ശബ്ദമാണ് ഇത്തരം ലേഖനങ്ങളിലൂടെ വരുന്നത്. മുസ്ലിം സമുദായം ഇത് തിരിച്ചറിയണം. കാരണം അവരാണ് ഇത്തരം പ്രവണതകളിൽ ഏറ്റവും നഷ്ടമുണ്ടാകാൻ പോകുന്നത്. അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഭൂരിപക്ഷം പേരും രാജ്യസ്നേഹികളാണ്. അങ്ങനെ അല്ലാതാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ലേഖനങ്ങൾ വരുന്നത്. പ്രകോപനപരമായ രാജ്യദ്രോഹപരമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് സാമാന്യ മുസ്ലിം ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ലേഖനങ്ങൾ. അവരെ തുറന്ന് കാണിക്കേണ്ടത് ജനൻ ടി വിയെ പോലെ രാജ്യസ്നേഹിയായ ഒരു മാധ്യമത്തിൻ്റെ ചുമതലയാണ്.